സംസ്ഥാന സർക്കാരിൻ്റെ സിനിമാ നയരൂപീകരണത്തിൻ്റെ ചർച്ചകൾക്കാണ് ഇന്ന് തുടക്കമാകുന്നത്. ഏറ്റവും പ്രധാനമാണ് ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ആദ്യത്തെ സിനിമാ നയമാണ് രൂപീകരിക്കപ്പെടുന്നത്. മിനിസ്റ്ററെ, എങ്ങനെയാണ് ഇതിൻ്റെ പ്രതീക്ഷകൾ, എങ്ങനെയാണ് കണക്കുകൂട്ടുന്നത്? സിനിമാ പ്രവർത്തകരിൽ നിന്നും അഭിപ്രായങ്ങൾ ശേഖരിക്കുകയും അത് സിനിമാ നയമാക്കി മാറ്റുകയും ചെയ്യുകയാണ്. രാജ്യത്ത് മാതൃകയാണ്. ഇത് നമ്മുടെ കേരളത്തിലെ ഈ ഒരു സിനിമാ മേഖലയെ കേരളത്തിൻ്റെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ പുരോഗതിക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം, ഇതാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. അപ്പം അതിൻ്റെ ഭാഗമായ ഒരു പോളിസി വേണം. കാരണം വ്യത്യസ്ത മേഖലകളാണ് സിനിമ. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ടൂറിസമുണ്ട്, കൾച്ചറുണ്ട്, പോലീസുണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്, പല മേഖലകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഒരു വകുപ്പിന് മാത്രമായിട്ട് കൈകാര്യം ചെയ്യുന്ന വിഷയമല്ലത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു ശൃംഖലയായി ഇതിനെ മാറണം. അങ്ങനെ മാറുമ്പോൾ നമ്മുടെ ഇന്നത്തെ കേരളത്തിൻ്റെ ഘടകങ്ങൾ, വിവിധ ഘടകങ്ങൾ, അതിനെ നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്തിയാൽ വലിയ തരത്തിലുള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ട് നമുക്ക് മാറും. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം, സിനിമ ടൂറിസം വലിയ ഭാവിയുള്ള ഒരു മേഖലയാണ്. നമുക്ക് ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ടൂറിസം മേഖലയിൽ സിനിമയെ ബന്ധപ്പെട്ട് ചെയ്യാം. നമ്മുടെ സാംസ്കാരികമായ ഉന്നമനത്തിന് വേണ്ടി ഇപ്പോൾ ലഹരി വിരുദ്ധമായ ക്യാമ്പയിൻ, വിദ്യാഭ്യാസപരമായ ക്യാമ്പയിൻ, പ്രോഗ്രസീവായ ക്യാമ്പയിൻ, അക്രമത്തിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ, ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ പഴയകാല അനുഭവങ്ങൾ പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മീഡിയ എന്ന നിലയിൽ നമുക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് ഇതിനുപയോഗിക്കാൻ പറ്റും. തൊഴിൽ മേഖലയിലെന്ന് പറഞ്ഞാൽ ഇത് വ്യത്യസ്തമാണ്. മറ്റൊരു തൊഴിൽ മേഖല പോലെ അല്ല ഈ തൊഴിൽ മേഖല. കാരണം എന്ന് പറഞ്ഞാൽ 2, 3, 4 മാസം ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞാൽ പിന്നെ 3, 4 മാസം പിന്നെ ഷൂട്ടിംഗ് കാണുന്നില്ല. ഇവിടെ വരുന്ന ആളുകൾക്ക് മറ്റൊരു തൊഴിൽ മേഖല കൊടുക്കുന്ന തൊഴിൽ ചിലപ്പോൾ കൂലി സംബന്ധിച്ചുള്ള നിശ്ചിതമായ കാര്യമായിരിക്കില്ല. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ ടെക്നീഷ്യൻസിന് കൂടുതൽ പ്രാധാന്യമുണ്ട്, അഭിനയത്തിന് കഴിവുള്ളവർക്ക് പ്രാധാന്യമുണ്ട്. അപ്പോൾ വ്യത്യസ്ത തലങ്ങളിലുള്ളവരെ ഏകോപിപ്പിക്കുന്ന ലൈറ്റ് ബോയ് മുതൽ ഏറ്റവും മഹാനായ നടൻ വരെ വരുന്ന ഒരു മേഖല എന്ന നിലയിൽ എങ്ങനെയാണ് അവിടെ പണിയെടുക്കുന്നവരുടെ താല്പര്യങ്ങൾ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുന്നത്, എങ്ങനെയാണ് അവിടെ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ കടലിലും കരയിലും വനത്തിലും ഒക്കെ ഷൂട്ടിംഗ് നടക്കും. അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ അല്ലെങ്കിൽ അവിടുത്തെ സ്ത്രീകൾ, ഇവരുടെ സംരക്ഷണം നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. എന്താണ് അതിനാവശ്യമായ നിലവിലുള്ള നിയമത്തിൽ ആവശ്യമായ മാറ്റം വരുത്തി പുതിയ നിയമങ്ങൾ നിർമ്മിക്കുന്നത്. ഈ പ്രകൃതി അനുഗ്രഹിച്ച ഒരു നാടെന്ന നിലയിൽ നമ്മുടെ ഭൂപ്രകൃതിയുടെ പ്രത്യേകത കൊണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ഡെസ്റ്റിനേഷൻസ് ഉള്ള സ്ഥലമാണ്. ലൊക്കേഷൻസ് നമുക്കുണ്ടാക്കാം. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ മാക്സിമം സർക്കാർ ചെയ്ത് കൊടുക്കണം. ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ 100 കണക്കിന് ലൊക്കേഷൻ, ഷൂട്ടിംഗ് ലൊക്കേഷൻസ് ഉണ്ടാക്കാം. പക്ഷേ അവിടെ ബേസിക്കായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ വേണം. അത് ഏതെങ്കിലും ഒരു സിനിമ പ്രൊഡ്യൂസറെ മാത്രം ഉദ്ദേശിച്ചല്ല. അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ, അവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ, അവിടെ ഷൂട്ടിങ്ങുള്ള സൗകര്യങ്ങൾ. ഇപ്പോൾ KSFDCയെ കുറച്ചുകൂടി നമ്മൾ വിപുലീകരിച്ച് കഴിയുമ്പോൾ ഏറ്റവും ആധുനികമായ ക്യാമറകൾ, ഏറ്റവും ആധുനികമായ മറ്റ് സാങ്കേതിക സംവിധാനങ്ങൾ. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ നമുക്ക് പുൾ ചെയ്യാൻ പറ്റും. ഇവർക്ക് ആവശ്യമായ ഒരു സിനിമ എടുക്കാൻ വരുമ്പോൾ എങ്ങനെയാണ് ഇവരുടെ സാമ്പത്തികമായ സപ്പോർട്ട് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നത്, അതിന് ഏതെല്ലാം ഏജൻസികളെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അത് വരുമ്പോൾ ലോകത്തുള്ള സിനിമ, ഇന്ത്യയിലുള്ള സിനിമ, കേരളത്തിലുള്ള സിനിമ, ആയിരക്കണക്കിന് സിനിമകൾ കേരളത്തിലേക്ക് വരും. ഒരു സംശയം വേണ്ട. കാരണം അത്ര മനോഹരമായ പ്രകൃതിയാൽ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ ആ സിനിമകൾ വരാത്തതിൻ്റെ കാരണം അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമാണ്. അപ്പോൾ ഇത് വരുമ്പോൾ ഒരു പുതിയ തൊഴിൽ സംസ്കാരവും കൂടുതൽ ജോലിയും കേരളത്തിൻ്റെ സമ്പദ്ഘടനയിൽ തന്നെ കാര്യമായ മാറ്റങ്ങൾ വരും. അതായത് മലയാള സിനിമയ്ക്ക് പുറമെ മറ്റു ഭാഷാ സിനിമകൾ ഉൾപ്പെടെ അതിൻ്റെ ചിത്രീകരണം കേരളത്തിലേക്ക് വരികയും മലയാള സിനിമാ താരങ്ങൾക്ക് അതിൽ അവസരം ലഭിക്കാനുള്ള സാധ്യതയും ഇതുവഴി തെളിയും. ഒരു സംശയം വേണ്ട. നിങ്ങൾ കണ്ടു, ഈ പോളിസി 2 മാസത്തിനകം നടപ്പാക്കി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ലോക സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ഷൂട്ടിംഗ് സാധ്യതയുള്ള സ്ഥലമായി കേരളം മാറും. ഇന്ത്യൻ സിനിമ ധാരാളം വന്നുകൊണ്ടിരുന്നതാണ്, അതൊന്നും ഇപ്പോൾ ഇല്ല. അത് അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമാണ് അവരൊന്നും വരാത്തത്. കാരണം അവരെപ്പോൾ ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. അപ്പോൾ ബാധ്യതയേറിയ ബാഹുല്യമേറിയ ഒരു പ്രക്രിയ ഇത് പോളിസി ആയിക്കഴിഞ്ഞാൽ തന്നെ കുറേ നാളുകൊണ്ട് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. പക്ഷേ എത്തിച്ചേർന്നാൽ വലിയ ഒരു മൂവ്മെൻറ്റ് കേരളത്തിൽ വരും. കാരണം പുതിയ തൊഴിൽ സംസ്കാരവും ഇപ്പോൾ ടെക്നിക്കൽ സൈഡ് ആയിരക്കണക്കിന് ആൾക്ക് ജോലി കിട്ടും. ഇപ്പോൾ ഞങ്ങൾ വനിതകളെ ഈ ടെക്നിക്കൽ മേഖലയിലേക്ക് പരിശീലിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ തുടങ്ങി ഈ ഗവൺമെൻറ് വന്ന ശേഷം നല്ല തരത്തിലുള്ള പിന്തുണയാണ് സിനിമാ രംഗത്ത് കിട്ടിയിരിക്കുന്നത്. അപ്പം
കൂടുതൽ ആളുകൾക്ക് ജോലിയും വരുമാനവും കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയിൽ നല്ല മുന്നേറ്റവും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. മറ്റൊന്ന് എപ്പോഴും വിമർശനം ഉണ്ടാകാറുള്ളത് സിനിമയിൽ സുരക്ഷിതമായി ജോലി ചെയ്യാൻ കഴിയുന്നില്ല. അത് 2017 നടി ആക്രമിക്കപ്പെട്ട സംഭവം മുതലാണ്. അപ്പോൾ ഒരു മോശമായ തൊഴിൽ മേഖലയായി സമൂഹം സിനിമാ മേഖലയെ വിലയിരുത്തുന്നുണ്ട്. ഈ കോൺക്ലേവ് നടക്കുന്നു, അതിനുശേഷം നിയമം വരുന്നു, അതോടുകൂടി അതിനൊരു മാറ്റം അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ ഈ ശുദ്ധീകരണത്തിന് തുടക്കം കുറിക്കുമോ ഇതുവഴി? ഇത് നമ്മളെ സിനിമാ ഇൻഡസ്ട്രിയിലെല്ലാം മോശപ്പെട്ട പ്രവണത നടക്കുന്നുള്ള ഒരു കള്ളപ്രചരണമാണ്. അത് അടിസ്ഥാനപരമായി തെറ്റാണ്. ഒറ്റപ്പെട്ട ചില കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ വല്ലാതെ വക്രീകരിച്ചിട്ടാണ് ഈ ഇൻഡസ്ട്രി ആകെ കുഴപ്പം എന്ന് പറയുമ്പോൾ എത്രയോ മഹാരഥന്മാരായ നടന്മാരും നടിമാരും അഭിനയിച്ച് തകർത്ത ഒരു മേഖലയാണ്. അന്നൊരു ഒരാക്ഷേപവും നമ്മളാരും കേട്ടിട്ടില്ല. ഒറ്റപ്പെട്ട കേസുകൾ വരും. അത് രണ്ട് തരത്തിൽ കൈകാര്യം ചെയ്യും. ഒന്ന്, ബോധവൽക്കരണം വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന കേന്ദ്രത്തിൽ ആ സിനിമയിൽ അഭിനയിക്കുന്നവർക്ക് എല്ലാം സംരക്ഷണം ഉറപ്പാക്കുന്നത് ആ സിനിമ എടുക്കുന്ന ആളുടെ ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ ആ സിനിമയ്ക്ക് കേരളത്തിൽ അധിക ഭാവി ഉണ്ടാകില്ല. രണ്ടാമത്തെ ഭാഗം, അതിൻ്റെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ നിയമപരമായ നടപടി, ഇപ്പോൾ ഉള്ള നടപടി മതിയോ, കുറച്ചുകൂടി കാർക്കശ്യമായ നിയമ നടപടി വേണമെന്നുള്ളതാണ് ഗവൺമെൻറ് അഭിപ്രായം. അപ്പോൾ കുറച്ചുകൂടി ശക്തമായ നിയമ നടപടിയും ബോധവൽക്കരണവും ഇൻറ്റേണലായിട്ടുള്ള ഇടപെടലും വരുമ്പോൾ ഒരു സംശയം വേണ്ട, ഒരു സിനിമ ഷൂട്ടിംഗ് കേന്ദ്രത്തിലും സുരക്ഷിതമല്ലാത്ത ഒരു കാര്യവും നടക്കില്ല എന്ന് 100% എനിക്ക് ഉറപ്പുണ്ട്. അതനുസരിച്ചായിരിക്കും ഈ നയം നമ്മൾ രൂപീകരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാൻ വഴിയൊരുക്കുന്നത്. ഒപ്പം തന്നെ നടി കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട സംഭവവും. അപ്പോൾ അത് ഒരു വഴിത്തിരിവായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വഴിത്തിരിവാണല്ലോ. കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് വനിതകൾ നൽകിയ ഒരു പരാതിന്മേലാണല്ലോ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ഇന്ത്യയിൽ ആദ്യമായിട്ടാണല്ലോ അങ്ങനെ ഒരു കമ്മിറ്റി വരുന്നത്. ചെറിയ കാര്യമല്ല. ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ സ്ത്രീത്വത്തോടുള്ള കാണിച്ച ഏറ്റവും വലിയ ഒരു മാന്യതയല്ലേ. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ശുപാർശകളാണ് ഒരുപക്ഷെ ഇതിന് ഇൻസ്പിറേഷൻ ആയിട്ടുള്ളത്. അതൊരു ഭാഗം. പക്ഷേ അത് മാത്രമല്ല നമ്മൾ എടുക്കുന്നത്. അതിനോടനുബന്ധമായ മറ്റു കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷേ അത് വന്നതോടുകൂടിയാണ് കുറച്ച് ശ്രദ്ധ എല്ലാവരുടെയും ഈ മേഖലയിലേക്ക് എത്തിയത്. അതൊരു വസ്തുതയാണ്. പിന്നെ അതിന് മുമ്പ് അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ റിപ്പോർട്ടുണ്ട്. അപ്പോൾ പല റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടെങ്കിലും ഇതെല്ലാം കൂടി ക്ലബ് ചെയ്ത് ഇതിനെ ഏകോപിപ്പിച്ച് ഒരു കുടക്കീഴിലെത്തിക്കുക. എല്ലാം ഒരു കുടക്കീഴിലേക്ക് എത്തുന്നതോടുകൂടി വലിയ മാറ്റം ഇൻഡസ്ട്രിക്ക് വരും. മറ്റൊന്ന്, ഇന്നലെ ദേശീയ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ഒരുപക്ഷെ അതിൽ കേരള സ്റ്റോറി എന്ന സിനിമ കേരളത്തിൽ ഏറ്റവും വിമർശനം ഉണ്ടായതാണ്. കേരളത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തെ മോശമായി ചിത്രീകരിച്ചു എന്ന വിമർശനമാണ് വരുന്നത്. ആ സിനിമയ്ക്ക് അവിടെ വലിയ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ആ ഒരു അവാർഡിനെ കാണുന്നത്? നമ്മളൊരു കാര്യം വ്യക്തമായി മനസ്സിലാക്കിക്കോണം. നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ മേഖലയും സംഘപരിവാർ ശക്തികൾ കടന്നു കയറുകയാണ്. ഇവിടെ മൂല്യങ്ങൾക്ക് വലിയ വിലയൊന്നുമില്ല. അതാണ് വസ്തുത. നല്ല സാഹിത്യരചന വിലയുണ്ട്. ആ എഴുതിയവനെ ഇല്ലാതാക്കളെ. നല്ല സിനിമയ്ക്ക് വിലയുണ്ട്. ആ വിലയില്ലെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് കേരള സ്റ്റോറിക്ക് ഈ അവാർഡുകളെല്ലാം വാരിക്കോരി കൊടുത്തത്. ആ സിനിമ എന്താണ്? ഒരു സംസ്ഥാനത്തെ ഏറ്റവും മോശമായി ചിത്രീകരിക്കുക, ഒരു സംസ്ഥാനത്തിൻ്റെ സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ എല്ലാ ഔന്നത്യത്തെ ചോദ്യം ചെയ്യുക, വർഗീയമായ ചെയ്തികളുണ്ടാക്കാനുള്ള വേദിയായി ആ സിനിമ ഉപയോഗിക്കുക. ഇത് ഇന്ന് ഭരിക്കുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടും, ഒരു സംശയം വേണ്ട. ആ ഇഷ്ടത്തിൻ്റെ ഒരു പ്രതിഫലമാണ് അവർക്ക് കിട്ടിയത്. അങ്ങേയറ്റം തെറ്റായ ഒരു രീതിയാണ് ഈ കേരള സ്റ്റോറിക്ക് ഈ അവാർഡ് കൊടുത്തതിലൂടെ, ഈ പുരസ്കാരം കൊടുത്തതിലൂടെ കേന്ദ്ര സർക്കാർ ഇന്ത്യയിലെ ജനങ്ങളെ അറിയിച്ചിരിക്കുന്നത്. അങ്ങേയറ്റം തെറ്റായ ഒരു കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. ഒരു മൂല്യബോധവും ഇല്ലാത്ത ഒരു പുരസ്കാരദാനമാണ് ഇതിനകത്ത് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. വിദ്വേഷം പരത്തുന്നവർക്ക് ഒരു പ്രോത്സാഹനമായി ഇതിനെ കാണേണ്ടി വരുമോ? 100% വിദ്വേഷം പകർത്തുന്നവരോടൊപ്പമാണല്ലോ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്. അതിൻ്റെ ഭാഗമാണല്ലോ ഛത്തീസ്ഗഡ്. എന്ത് നിരപരാധികളെ 2 സ്ത്രീകളാണ് മനുഷ്യക്കടത്തിൻ്റെ പേര് ജയിലിൽ കിടക്കുന്നത്. എന്താണ് ഈ നാടിൻ്റെ സ്ഥിതി? നമുക്ക് സംസാരിക്കാനും നമുക്ക് പ്രതികരിക്കാനും കഴിയാത്തൊരു അന്തരീക്ഷത്തിലേക്ക് കേരളം മാറി, ലോകം മാറി, ഇന്ത്യ മാറുകയല്ലേ. ഇവിടെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റും ഇടതുപക്ഷ മുന്നണിയും ശക്തമായി നിൽക്കുന്നത് കൊണ്ടല്ലേ കേരളത്തിൽ നിന്നും നടക്കാത്തത്. അവരെ എന്തിനാ ഇവിടെ ജയിലിട്ടിരിക്കുന്നു? എന്നിട്ട് എന്തെല്ലാം പ്രഹസനം നടത്തുന്നു? ഇത് മുൻകൂട്ടി കണ്ടവരാണ് ഞാൻ നേരത്തെ തന്നെ എന്നെപ്പോലുള്ളവർ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് കടുത്ത ഭാഷയിൽ പരാമർശം നടത്തിയിട്ടുള്ളവരാണ്. ഇത് സംഭവിക്കുന്നത് എനിക്കറിയാം. ഇത് കേക്കും കൊണ്ട് വരുമ്പോഴേ സൂക്ഷിക്കണം എന്ന് നമ്മൾ, അല്ലെങ്കിൽ ഈ വീഞ്ഞും ഒക്കെ കൊണ്ടുവരുമ്പോൾ സൂക്ഷിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം ചുമ്മാതല്ല. അത് തന്നിട്ട് ഇപ്പുറത്തൂടെ കത്തി കയറ്റുമെന്നുള്ളത് നല്ലപോലെ അറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങളൊക്കെ നേരത്തെ ഈ കാര്യത്തിൽ ഇടപെട്ട് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് പലർക്കും മനസ്സിലായില്ല. ഇപ്പോൾ മനസ്സിലായി. ഭാവി രാജ്യം വലിയ തരത്തിലുള്ള ന്യൂനപക്ഷ വേട്ടയ്ക്ക്
വിധേയമാകാൻ പോകുന്നു എന്നതിൻ്റെ ചില വെടിക്കെട്ടുകളാണ്, സാമ്പിൾ വെടിക്കെട്ടുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മലയാള സിനിമാ രംഗത്തേക്ക് ലോക സിനിമയെ എത്തിക്കാനുള്ള ഒരു ശ്രമമാണ്, അതിൻ്റെ തുടക്കമാണ് ഈ കോൺക്ലേവിലൂടെ അല്ലെങ്കിൽ സിനിമാ നയ രൂപീകരണത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്തായാലും ഇന്ന് തുടങ്ങുന്ന ചർച്ചകൾ, ആ ചർച്ചകൾക്ക് പിന്നാലെ ഒരു കരട് തയ്യാറാക്കി അത് നിയമസഭയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു എം എല്ലിനൊപ്പം റിപ്പോർട്ടർ ആർ. ഷിപ്പാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.